ഇറങ്ങണ അവിടെ. ഈ പടിക്കകത്ത് കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? എനിക്ക് ആരതി ഒന്ന് കാണണം. കണ്ടതൊന്നും പോരടാ, ഇറങ്ങണ വെളിയിൽ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ഒരു കാര്യം നിനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടില്ലടാ. തെണ്ടി അടിച്ചു കൊല്ലടാ നന്ദി കേട്ട പട്ടിയെ. കഴിവറുടെ മോനെ, എന്റെ മോടെ ജീവിതമാണോ നീ നശിപ്പിച്ചത്? ഇനി എന്നെ അടിക്കരുത്. അടിച്ചാൽ നിങ്ങളുടെയൊക്കെ മാന്യത കണക്കാക്കാതെ ഞാൻ തിരിച്ചടിക്കും. നിങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പാവം മനുഷ്യനുണ്ട്, എന്റെ അച്ഛൻ. ആ അച്ഛന്റെ മകനാണ് ഞാൻ. എന്നെ കൊണ്ട് നന്ദികേട് കാണിപ്പിക്കരുത്. സാർ എന്നോട് ക്ഷമിക്കണം. സാറിന്റെ മകളെ ഞാൻ സ്നേഹിച്ചത് സത്യമാണ്. അതിനുള്ള അർഹത എനിക്കില്ലെന്ന് ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി പറയുന്നവരെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാർ. മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ മനസ്സ് പതറിപ്പോയി. കമ്മീഷണറെ തെറ്റിദ്ധരിപ്പിച്ചത് പൊറുക്കാൻ വയ്യാത്ത തെറ്റാണ്. ആ തെറ്റിന് ഈ കുട്ടി എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഒന്ന് തൊട്ടുപോലും സാറിന്റെ മകളെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല. അതൊന്നും ഇവിടെ ഒന്ന് പറയണമെന്നേ കരുതിയുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് വേദനിച്ചില്ല. ഈ വേദന ഞാൻ മുമ്പ് സ്വപ്നം കണ്ടതാ. കരയരുത്. അറിഞ്ഞോ അറിയാതെയോ കുട്ടിയെ കരയിപ്പിച്ചതിൽ മാപ്പ്. മാനത്ത് നക്ഷത്രം കയ്യിൽ കിട്ടാൻ 1000 രാത്രികൾ ഉറക്കം വിളച്ച് കാത്തിരുന്ന ഒരു കുട്ടിയുടെ കഥ കൊച്ചുനാളിൽ എന്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥ വിശ്വസിച്ചതുകൊണ്ടാവാം ഞാനും ഒരു നക്ഷത്രത്തെ കാത്തിരുന്നത്. കാത്തിരിക്കാനുള്ള അവകാശം ആരും നിഷേധിക്കുന്നില്ലല്ലോ. കരയാതെ മോളെ, ചിരിക്കരുതെന്ന് ഡോക്ടർ പറയുമ്പോഴും മുത്തശ്ശി പൊട്ടിച്ചിരിച്ചിരുന്നത് നിന്റെ ചിരി കാണാനുള്ള കൊതി കൊണ്ടാ. ആ നീ കരഞ്ഞ മുത്തശ്ശിക്ക് സഹിക്കില്ല. നിന്റെ കളിതമാശകൾ കാണുമ്പോഴൊക്കെ ഞാൻ ഓർത്തിരുന്നത് എന്റെ ചെറുപ്പമാണ്. ജീവിതം കൊണ്ട് തമാശ കാണിക്കരുതെന്ന്. മുത്തശ്ശിക്കിത് 2ാം പാഠമാണ്. മുത്തശ്ശി, സത്യം പറ, എന്നെങ്കിലും മുത്തശ്ശി ആ ശങ്കരവാര്യരെ സ്നേഹിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. എപ്പോഴൊക്കെയോ ഞാൻ അയാളെ സ്നേഹിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി.